കരകളിയോത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള കൃപ കർത്താവേ അഭിഷേക ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധനകൾ പാലിക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളുടെയും സമ്മർദ്ദങ്ങളുടെ തിരക്കിടയിൽ കർത്താവേ ഉടമ്പടി യഥാകൂലം പ്രാപിച്ച് നിബന്ധനകൾ പാലിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കർത്താവേ ഞാൻ കരുത്തിൽ ശക്തി തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാവരും പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടിയുടെ ആസ്തി എന്താ മക്കളെ? വിശ്വാസമാണ് ആസ്തി. വിശ്വാസം കാലങ്ങളെ അതിജീവിക്കുമ്പോഴാണ് വിശ്വസ്തതയായിട്ട് കൺവേർട്ട് ചെയ്യണത്. വിശ്വാസം ഒരു തരത്തിൽ ഇരിക്കത്തില്ല. വിശ്വാസം രണ്ട് തരമുണ്ട്. പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസത്തിനാണ് വിശ്വസ്തതയെന്ന് പറയണത്. ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസം എപ്പോഴും ദൈവം പരീക്ഷിക്കും. അബ്രഹാത്തിനെ പരീക്ഷിച്ചില്ലേ? മകനോട് ആകാശത്തിലെ മണത്തരികൾ പോലെ കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞിനെ കൊടുത്ത്, അപ്പോൾ അവസാനം ആ കുഞ്ഞിനെ തന്നെ ബലിയർപ്പിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ എബ്രാഹത്തിൻ്റെ വിശ്വാസം ഉൽപ്പത്തിയിൽ 15:6 എബ്രാഹത്തിൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിച്ചു എന്ന് പറഞ്ഞു. ആ വിശ്വാസം ദൈവം ഉടമ്പടി പ്രകാരമാക്കിയെടുക്കുന്നത് പരീക്ഷകളെ അതിജീവിക്കുമ്പോഴാണ്. ഉടമ്പടിയും പരീക്ഷണ ഘട്ടം ഉണ്ടാകും ഉടമ്പടിക്കെപ്പോഴും. ഇത്തിരി വേദനാജനകമായ ഒരു വശം എപ്പോഴും ഉടമ്പടിക്കുണ്ടാകും. ഇപ്പം നിങ്ങൾ ഉപവസിക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഉപവാസം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ഉപവാസം ഉണ്ട് അല്ലേ? ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് പ്രെയർ കൂടണം. യൂറോപ്പിലൊക്കെ പഠിക്കുന്നവർക്ക് മാത്രമേ പ്രെയർ എക്സംഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അവർക്ക് ലീവ് എടുത്ത് വന്നിരിക്കുന്ന കാരണം അവർ പോകും. പക്ഷേ അവരോട് 6 മാസത്തെ പത്രത്തിൻ്റെ പൈസ അടക്കാൻ പറയും. എന്തിനാണെന്നറിയാവോ? പത്രം അയച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് വന്ന ആൾക്കാരുണ്ട്. അവർക്ക് സങ്കടപ്പെട്ടിട്ട് അവരിത് ഉടമ്പടി ചെയ്യാനാണ് ചിലപ്പോൾ ഇന്ത്യയിൽ വരണം. അമ്മയും എന്നോട് ഒരാൾ ചേച്ചി പറഞ്ഞത്, അമ്മയും കാണുന്ന ഉടമ്പടി ചെയ്യാൻ വേണ്ടി വന്നതാണ് അച്ഛാ, ലീവ് 5 ദിവസമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തിട്ട് പക്ഷേ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പത്രത്തിൻ്റെ പണം അടച്ചിട്ട് പോകാൻ പറയും. അപ്പോൾ പത്രം എന്ത് ചെയ്യും? പത്രം നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കും എല്ലാ മാസവും. കാര്യം അവർക്ക് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളിപ്പോൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറയാതിരിക്കാനാണ്. ചില ആൾക്കാരൊക്കെ കള്ളത്തരം പറയുവേ. അവർ നാട്ടിൽ തന്നെ നിൽക്കും. എന്നിട്ട് അവർ പെട്ടെന്ന് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവരെന്തെങ്കിലും തരികിട പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ കുറേ നാൾ ഉടമ്പടിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴെല്ലാം ദൈവത്തെ തിരിച്ചറിയണത്. നേരെ ഗ്രൗണ്ടിൽ നിന്ന് കയറി വന്നവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി സ്ഥലം വിട്ടാൽ മതി എന്നുള്ള പരിപാടിയാവും. അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത് റിസ്ക്കുള്ള പരിപാടിയാണെന്ന് കേൾക്കുമ്പോൾ സത്യസന്ധന്മാർ മാത്രമേ ഉടമ്പടി ചെയ്യാവൂ. അതാ അച്ഛൻ്റെ ഉദ്ദേശം. അതാ സത്യസന്ധമായിട്ടുള്ള, ചുമ്മാ ഈസിയായിട്ട് ചുമ്മാ വഴിയിൽ നിന്ന് കയറി വന്ന ആൾക്കാർക്ക് ചെയ്തോട്ട് പോകാൻ പറ്റത്തില്ല. അത് അവർക്ക് തന്നെ ദോഷം വരും അവസാനം. പക്ഷേ ദൈവം എപ്പോഴും ഈ വിഷയത്തിൽ സത്യസന്ധനായിരിക്കും. കാര്യം ഉടമ്പടി ഉൽപ്പത്തി മുതൽ വെളി 331 പ്രാവശ്യമാണ് ഉടമ്പടി എന്നുള്ള വാക്ക് സമ്പൂർണ്ണ ബൈബിളിലുള്ളത്. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മുടെ കാലം വന്നപ്പോഴേ ഈ ആധ്യാത്മികമായ രഹസ്യമാണ് പരിശുദ്ധ അമ്മ നമുക്ക് ന്യൂട്രായിട്ട് ചൂണ്ടി തന്നത്. എടാ ഇങ്ങനൊരു സാധനമുണ്ട്, ഈ വിഷയം ഞാൻ വഴി ചെയ്തു കഴിഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും അത് ചെയ്യുന്നവൻ വിശുദ്ധിയാകുകയും ചെയ്യും, അതേസമയം തന്നെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. എബ്രാഹത്തിനോടൊക്കെ ദൈവം പറഞ്ഞത് എന്താണ്? ഉടമ്പടി വഴി ഒരു വിശുദ്ധ ജനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾക്ക് പാലും പഞ്ചാരം തരാൻ വേണ്ടി ചെയ്തതല്ല. ജനത്തെ വിശുദ്ധീകരിച്ച് സ്വന്തം ദൈവത്തിൻ്റെ ജനം എന്ന് പറയുമ്പോൾ ആരായിരിക്കണം? ദൈവത്തിനെ പോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം. ആ വിശുദ്ധ ജനമാക്കാൻ വേണ്ടിയാണ് ദൈവം ഉടമ്പടി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഈ പ്രമാണമൊക്കെ വരണത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? കാരണം സത്യദൈവത്തെ വിശ്വസിച്ച് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പാലിച്ചുകൊണ്ട് പോകും. അവിടെ ഓപ്ഷൻ ഇല്ല.
പ്രമാണങ്ങളെല്ലാം നോക്കുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? ഒന്നാം പ്രമാണത്തിന് അന്തസത്ത എന്താണ്? നോ ഓപ്ഷൻ പ്ലീസ്, ഇടയ്ക്ക് ഓപ്ഷൻ വെക്കരുതെന്ന് എൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ഓർക്കും അക്രൈസ്തവ സഹോദരങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അക്രൈസ്തവ സഹോദരനെ കുറിച്ച് ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്, ഹഗായി പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ജനമല്ലാത്തവരെ എന്നെ ദൈവമൊന്ന് വിളിക്കും, ഞാനവരെ എൻ്റെ ജനമെന്ന് വിളിക്കുമെന്ന്. ഉടമ്പടി പ്രകാരം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ നിത്യരക്ഷ വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ വഴി നിങ്ങൾ അന്വേഷിക്കണം, കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി. ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ലഭിക്കും, നിങ്ങൾക്ക് രോഗങ്ങൾ സുഖപ്പെടും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭൗതികമായ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ നിത്യരക്ഷ, നിത്യം ജീവിക്കുക എന്നുള്ളത് യേശുക്രിസ്തുവിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഏകരക്ഷകനായി കർത്താവിനെ സ്വീകരിക്കുന്നവനാണ്. ഈശോ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യം ജീവിക്കും. ഈശോ രക്ഷകനാണെന്ന് വിശ്വസിക്കണം. ഒന്നുമില്ലെങ്കിൽ വിശ്വാസപ്രകാരമെങ്കിലും ഈശോ ഏകരക്ഷകനാണെന്ന് വിശ്വസിക്കണം. അവർക്ക് നിത്യരക്ഷ ലഭിക്കും. ഞങ്ങൾ അക്രൈസ്തവരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കുന്നുണ്ട്. എന്താ കാര്യം? ഹഗായിയുടെ പ്രവചനമാണ്. ഉടമ്പടി പ്രകാരം അവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ ലഭിക്കും, രോഗസൗഖ്യം ലഭിക്കും, ജോലി ലഭിക്കും, വിവാഹം ഒത്തുവരും, മക്കളെ കിട്ടും, സ്ഥലം കിട്ടും, വീട് കിട്ടും, എല്ലാവരും കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ നോക്കണം. വിശുദ്ധിയിൽ ഉടമ്പടി തരുന്നൊരു വിശുദ്ധിയുണ്ട്. കൂദാശകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും, അല്ലേ? കൂദാശകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അക്രൈസ്തവ സഹോദരങ്ങൾക്ക് സ്നേഹത്തോടെ, ക്ഷമയോടെ, ദയയോടെ, നന്മയോടെ, വിശ്വസ്തയോടെ ജനങ്ങളോട് പെരുമാറാൻ കഴിയും, ഇല്ലേ? അത് കഴിയുമ്പോൾ അങ്ങനെ ദൈവസ്നേഹത്തിലായിരിക്കും. നിങ്ങൾ ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ നിത്യരക്ഷയുടെ ആസ്തി എന്ന് ഹൃദയത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ ജ്ഞാനസ്നാനം സ്വീകരിച്ചില്ലെങ്കിലും നിനക്ക് ആത്മരക്ഷയ്ക്ക് വകയുണ്ട്. കൂദാശകൾ നമ്മൾ സ്വീകരിക്കണം എന്തിനാ? അത് ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാണ്. ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയാണ് കത്തോലിക്കൻ കൂദാശകൾ സ്വീകരിക്കുന്നത്. ജീവൻ്റെ സമൃദ്ധി അല്ലെങ്കിലും നിലനിൽക്കാനുള്ള വരം യേശുക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ എല്ലാവർക്കും ലഭിച്ചിരിക്കണം. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അവസാനമായി നമ്മൾ കണ്ടത് എന്താണ്? എബ്രാഹത്തിന് ചെയ്ത വാഗ്ദാനങ്ങൾ. ഉൽപ്പത്തി 15, 16, 17 വാഗ്ദാനങ്ങളാണ്. നിയമാവർത്തനം 28, 1-22 വരെ വാക്കുകളിൽ ഭൗതിക അനുഗ്രഹമായി ലഭിച്ചെങ്കിൽ ആ വാഗ്ദാനം തന്നെയാണ് പരിശുദ്ധ അമ്മ വഴി ഖാനായിലെ വെള്ളത്തിൽ വീഞ്ഞാക്കിക്കൊണ്ട് ഭൗതിക സാഹചര്യങ്ങളെ അനുഗ്രഹിക്കുന്നത്. എബ്രാഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉടമ്പടി ലഭിക്കുന്നത്. അതിന് അനുഗ്രഹമെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലുമാണ്. എബ്രാഹാം മരിക്കാനായപ്പോഴേ എബ്രാഹത്തെക്കുറിച്ച് വചനങ്ങൾ വെളിപാട് കൊണ്ട് മോസസ് എഴുതി വച്ചിരിക്കുന്നത് ദൈവം എല്ലാ കാര്യങ്ങളിലും എബ്രാഹത്തെ അനുഗ്രഹിച്ചുവെന്നാണ്. ഉൽപ്പത്തി 24:2, ഉൽപ്പത്തി 24:2 ഒന്ന് പറഞ്ഞ ദൈവം എല്ലാ കാര്യങ്ങളിലും എബ്രാഹത്തെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഉടമ്പടി ഭാഗമാണ്. നിങ്ങളുടെ PR-ഉം IELTS-ഉം ഹാദും PT എക്സാമിനേഷൻസും എല്ലാം, വിവാഹവും ജോലിയും വീടും എല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നാണ്. അത് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 24:2 എഴുതിയിരിക്കുന്നത് ദൈവം എല്ലാ കാര്യങ്ങളിലും. ഞാൻ മുടി കൊഴിഞ്ഞു പോയാൽ ഞാൻ പറയും മോളെ മുടി കൊഴിയണമല്ല, മുട്ടടിക്കാൻ പറയും. എന്താ കാര്യം? അവൾ മുടി കഴിഞ്ഞ് അവളുടെ സൗന്ദര്യം കുറയും, അവളുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് അവൾ മുട്ടടിക്കാൻ പറയും, പ്രാർത്ഥിക്കും, കർത്താവെ മുടി കൊഴിഞ്ഞു പോയ മുടികൾ തിരിച്ചു വരാൻ ഇടയാക്കണമേ. എന്താണ്? ഉടമ്പടി ഭാഗമാണത്. അത് ഉൽപ്പത്തി 24:2. ദൈവം എല്ലാ കാര്യങ്ങളിലും പറഞ്ഞ് ദൈവം എല്ലാ കാര്യങ്ങളിലും എബ്രാഹത്തെ അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളിലും എബ്രാഹത്തെയും അവിശ്വാസത്താൽ അവന്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിച്ച ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. ബ്രഹാത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിച്ചു വളർന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കണ്ടില്ലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും എഴുന്നേൽക്കുക. എഴുന്നേൽക്ക് മക്കളെ, പതുക്ക. നല്ലവനായ ഈശോയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ്. അനേക മക്കൾ രോഗശാന്തി നേടി ആശ്വാസം പ്രാപിക്കാൻ അങ്ങയുടെ തിരുസന്നിധി കണ്ണുനീരോടെ നിൽക്കുകയാണ്. പല രോഗികളുടെയും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് നിൽക്കുന്നുണ്ട്. അസ്ഥി രോഗികളെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അസ്ഥി ബന്ധങ്ങളിൽ ദ്രവിക്കലുള്ളവരെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അസ്ഥിക്കുഴകളിൽ നീരുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിക്ക് കർത്താവെ മുറിവുള്ളവർ, ചതവുള്ളവർ, തേയ്മാനമുള്ളവർ, നടക്കാൻ പാടില്ലാത്തവർ, ബലം നഷ്ടപ്പെട്ടവർ, അസ്ഥി രോഗങ്ങൾ ഈശ്വര മധ്യത്തിൽ സൗഖ്യമാകട്ടെ. കാലങ്ങളായിട്ട് അസ്ഥി രോഗത്തിൽ അടിമപ്പെട്ടവര്, കർത്താവേ, കൈകാലുമെതിരെയുള്ളവര്, നടുവെതിരെയുള്ളവര്, അസ്ഥി രോഗങ്ങൾ വിഷമിക്കുന്നവര്, പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ സങ്കടപ്പെട്ട് കഴിയുന്നവര്, ആശുപത്രി കഴിയുന്നവര്, വീടുകളിൽ കഴിയുന്നവര്, വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നതും കർത്താവ് സുഖപ്പെടുത്താൻ പോകുന്നതും തലയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തലയുടെ രോഗങ്ങൾ, തലയുടെ അകത്ത് ക്ലോട്ടായിട്ടുള്ളവർ, ഇപ്പം നിങ്ങൾക്ക് മാത്രമല്ല ബ്രെയിനിൽ ക്ലോട്ടായിട്ട് ആരെങ്കിലും മരവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവെ, തലവേദനകൾ, മെനിഞ്ചിസ് അസുഖങ്ങൾ, ബ്രെയിൻ കോട്ട് ചെയ്തവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, കണ്ണ് കാഴ്ചക്കുറവുള്ളവർ, തലയ്ക്ക് മരവിപ്പുള്ളവർ, ഓർമ്മക്കുറവുള്ളവർ, പിൻകഴുത്തിൻ്റെ അസ്ഥികൾക്ക്, പേശികൾക്ക്, പിൻകഴുത്തിന് ഞരമ്പുകൾക്ക് വാട്ടമുള്ളവർ, യേശുവിന് പൊള്ളലുള്ളവർ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ തലയുടെ മാരക രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ മാറിപ്പോടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പ്രാർത്ഥിക്കുന്നവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെയും ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കുന്നവരെയും ആരെയും ദൈവം കൈവിടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ചില സമയത്ത് ചെറുക്കെങ്കിലും സാക്ഷ്യം പറയാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കാര്യം അമ്മ അറിയാതെ നിങ്ങളെ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ഈ മണ്ണിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യത്തിന് തീയതി കുറിച്ചിട്ടുണ്ട്. ദൈവം കുറിച്ച തീയതികളിൽ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ കാരുണ്യമുണ്ടാകും. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിതദുരിതങ്ങൾ, വിവിധ പ്രയാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, ഇപ്പോഴും അച്ഛൻ ഈശോയെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യങ്ങൾ, പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങളാണ്. ശ്വാസകോശ രോഗങ്ങളുണ്ട്, പക്ഷേ അത് കാണിക്കണില്ല, അത് പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ കാണിച്ച രോഗങ്ങളെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉദരസംബന്ധമായ രോഗങ്ങളിലെ അൾസർ, അരിസസ്, കുടൽ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, പാങ്ക്രിയാസിക് രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കിഡ്നി രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, മലബന്ധമുള്ളവരെ ഉദരത്തില് അങ്ങ് സ്പർശിക്കണമേ, പാങ്ക്രിയാസിക് രോഗങ്ങൾ, അണ്ഡാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ അങ്ങ് സ്പർശിക്കണമേ, ഉദരാശയ രോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഉദര രോഗങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരവധിയായ രോഗങ്ങൾ അത് സുഖപ്പെടുത്തുന്ന പോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. ദേഹം ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാക്ഷ്യങ്ങൾ, അമ്മ 2018 അതേ അനുഗ്രഹങ്ങൾ 2019 കുറച്ചുകൂടി വേഗത്തിൽ തുടരുകയാണ്. പ്രത്യേകിച്ച് 16 വർഷം, 14 വർഷം, 7 വർഷം മക്കളില്ലാത്തൊരു സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഡോക്ടർമാരുടെ തള്ളിക്കളഞ്ഞ കേസ് പോലും അമ്മ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ വേദനിക്കുന്ന ദമ്പതികൾ അമ്മേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ പരിശുദ്ധമ്മേ, ഇപ്പോഴ് പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? മക്കളില്ലാത്തവരുടെ ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ, മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ, മക്കളില്ലാത്ത ഉദരത്തിൽ അമ്മ സ്പർശിക്കണമേ. മക്കളില്ലാത്ത ഉദരത്തിലുള്ള അമ്മ, എല്ലാ അമ്മമാരും മക്കളായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. വൈവാഹിക ദോഷങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഈ നിമിഷം തടസ്സങ്ങൾ മാറട്ടെ. മക്കളില്ലാത്തവരെ, ഈശോ പഠിക്കാത്ത കുഞ്ഞുങ്ങളെ വഴിപിഴച്ച കുഞ്ഞുങ്ങൾ, അനുസരണയില്ലാത്ത കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിട്ട് കർത്താവ് ആത്മാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അമ്മയുടെ അനുഗ്രഹത്തിൽ ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ചോദിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. മക്കളെ, സ്ഥലം വിറ്റുമാറാൻ പറ്റാതെ ഇരിക്കണവരെ, സ്ഥലമില്ലാത്തവരെ, വീട് ഇല്ലാത്തവരെ, വാടകയ്ക്ക് ഒട്ടികം പാട്ടത്തിന് താമസിച്ച് പല കുരുക്കുകളും കുഴങ്ങിയിരിക്കുന്നവരെ, ജോലി ഇല്ലാത്തവർ, വിദൂരങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, വിസ പ്രയാസങ്ങളുള്ളവരെ, എമിഗ്രേഷൻ ട്രബിളുള്ളവരെ, PR-ൻ്റെ കുഴപ്പങ്ങളിൽപ്പെട്ടിരിക്കുന്നവരെ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ, കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കട്ടെ. വിദേശ ജോലികൾ, വിവാഹ തടസ്സങ്ങൾ, മക്കളില്ലാത്തവർ ഈശോ അങ്ങ് സ്പർശിക്കണമേ കർത്താവ്. വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഭവന ജീവിത ദുരിത തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ.
അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കരങ്ങൾ വീശി. കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. മക്കളെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, ഇടുങ്ങിയ വഴിയുള്ളവർ, തർക്കപ്പുരയിടത്ത് കിടക്കുന്നവർ, ഭാഗ ഉടമ്പടി ചെയ്യാത്തവർ, ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അതിൻ്റെ പേരിൽ എല്ലാ കാര്യവും ബ്ലോക്കായി, ലോണില്ല, വിവാഹമില്ല, ഒന്നുമില്ലാതെ വീട് ഉറഞ്ഞു പോയവർ, ഉറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവിടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭവനരഹിതരുടെ പേര് കർത്താവേ, സ്വന്തമായി ഭൂമിയില്ലാത്തവര്, കർത്താവേ, ഉറഞ്ഞ ഭവനങ്ങളിൽ താമസിക്കുന്നവര്, സോറിയാസിസ് രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വാതരോഗങ്ങൾ, അതുപോലെ തന്നെ കൈയും കാലം തളർന്നു പോകുന്ന അവസ്ഥകൾ, ആ രോഗങ്ങളെല്ലാം ഈശോ സുഖപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങളെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. കാര്യം, ഉടമ്പടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ തളർന്നു കിടന്ന ആൾക്കാർ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് തന്നുവെന്ന് സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് ഒന്നും അസാധ്യമില്ലാത്തവരെ എല്ലാം സാധ്യമായവനെ, വാതരോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ, ആണി രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, ഡേറ്റ് കാര്യങ്ങൾ, മക്കളെ ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം, അടുത്ത മാസം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഉള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ സമർപ്പിക്കാൻ പോവുകയാണ്. ചില ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ഡേറ്റ് പരീക്ഷാ ഡേറ്റ് ആയിരിക്കും, അത് നിങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ റിസൾട്ട് വരുന്ന ഡേറ്റ് ആയിരിക്കും, ആ ഡേറ്റ് ഇപ്പോൾ സമർപ്പിക്കുക. ചില ഡേറ്റുകൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചിലത് യാത്ര ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ സ്ഥലം അളവിൻ്റെതായിരിക്കും, ചില ഡേറ്റുകൾ കേസിൻ്റെ ഡേറ്റ് ആയിരിക്കും, ചില ഡേറ്റുകൾ പണം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് കൊടുക്കാനുള്ള ഡേറ്റ് ആയിരിക്കും, ചിലത് പണം നമുക്ക് കിട്ടാനുള്ള ഡേറ്റ് ആയിരിക്കും. ഇങ്ങനെ നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ പ്രോമിസ് ചെയ്തിരിക്കണ, നീ പ്രതീക്ഷിക്കണതും നീ ഡേറ്റുകളെ ഇപ്പോൾ ഓർക്കുക. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ തീയതികൾ, മക്കളോർത്ത തീയതികൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ആ തീയതികളുടെ മേൽ കർത്താവ് വിവാഹത്തിൻ്റെ തീയതികൾ, മനസ്സമ്മതത്തിൻ്റെ തീയതികൾ, നിശ്ചയത്തിൻ്റെ തീയതികൾ, യാത്രയുടെ തീയതികൾ, കേസിൻ്റെ തീയതികൾ, സ്ഥലത്തിൻ്റെ തീയതികൾ, കള്ളവെപ്പിൻ്റെ തീയതികൾ, വീട് നിർമ്മാണത്തിന്റെ തീയതികൾ, ഓരോ യാത്രയുടെ തീയതികൾ, സത്യത്തിന്റെ തീയതികൾ, യേശു ക്രിസ്തു നാമത്തിൽ ഓരോ തീയതികളും കർത്താവേ അവിടത്തേക്കുള്ളതാണ്. കാലങ്ങളും തീയതികളും കാലങ്ങളും യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ കുടുംബത്തിൽ നടക്കേണ്ട നിരവധിയായ കാര്യങ്ങൾക്ക് ഡേറ്റ് തീരുമാനിച്ച എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നത് പറയുന്നു. അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തു ആശീർവദിക്കാൻ പോകുന്നു. മക്കളുടെ കയ്യിലുള്ള നേർച്ച വസ്തുക്കൾ എടുക്കുക. കൃപാസനത്തിലെ ഏറ്റവും വലിയ നേർച്ച വസ്തു എന്നൊക്കെ അറിയാമല്ലോ, പത്രമാണ്. നിങ്ങളെ പത്രം വഴിയാണ് ഉടമ്പടി അമ്മ സന്നിധാനത്തിലേക്ക് അമ്മ വിളിച്ചത്. അത് കാരണം ഈശോനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യാൻ ലോകത്തിന് ഈശോനെ നൽകിയതാണ് മരിയൻ മിഷൻ. അമ്മ ചെയ്ത ഒരേ ഒരു പ്രവൃത്തി എന്താണ്? ലോകത്തിന് ഈശോനെ കൊടുക്കുക. അതാണ് പത്രം വഴി നമ്മൾ ചെയ്യണത്. നിങ്ങൾ ഈ പത്രം വഴി ഈശോനെ ലോകത്തിന് കൊടുക്കുകയാണ്. കാര്യം പത്രം വഴിയാണ് നിങ്ങൾ വന്നത്. അപ്പോൾ ലോകത്തിന് ഈശോനെ കൊടുക്കുന്ന ജോലിയാണ് പത്രം. അതുകൊണ്ട് കൃപാസന ഉടമ്പടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത് പത്രത്തിൻ്റെ കാർഡ് കയ്യിലുണ്ടെന്ന് നോക്കത്തുള്ളൂ. ഉടമ്പടി പുതുക്കിയതാണെന്ന് നോക്കിയാലും പിന്നെ നോക്കണത് പുതുക്കിയതാണെങ്കിലും പത്രത്തിൻ്റെ ആ മാസത്തെ പത്രത്തിൻ്റെയും
പുതുക്കിയതിന് ശേഷമുള്ള പത്രത്തിൻ്റെയും കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി പത്രത്തിൻ്റെ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛനെ കാണാൻ വേണ്ടിയുള്ള എന്തോ അഡ്ജസ്റ്റ്മെൻറ്റിന് മേടിച്ച് കൂട്ടിയ പത്രമാണ്, ഉടമ്പടിക്കാരിയല്ല, കാര്യം കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വയം ഫ്രോഡായിട്ട് സ്വന്തമായിട്ട് പ്രഖ്യാപിക്കരുത്. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണുന്ന പ്രാർത്ഥനയല്ല, ഒരു കൊല്ലം ദൈവത്തോട് ചെയ്തിരിക്കുന്ന ബാധ്യതയുള്ള പ്രാർത്ഥനയാണ്. അത് എന്ന് ചെയ്താലും ശരി, നിത്യത വരെ നിനക്കത് കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നതാണ്. ദൈവം വാഗ്ദാനം വിശ്വസ്തനും ഉടമ്പടിയുടെ കാവൽക്കാരനുമായിരിക്കും. അതുകൊണ്ട് തന്നെ നീയും ദൈവത്തെപ്പോലെ വിശ്വസ്തനാകാൻ വേണ്ടിയാണ് ഉടമ്പടി കാര്യങ്ങൾ. എബ്രാഹാം ഉടമ്പടി ചെയ്തപ്പോഴേ ജനനേന്ദ്രിയം മുറിച്ചാണ് താഴെയിട്ട് കൊടുത്തത്. കാര്യം ഞാൻ അതിൽ അത്രയും വിശ്വസ്ത, ചോര പൊടിഞ്ഞിട്ട് അവൻ 2 ആഴ്ച പനിയായിട്ട് കിടന്നുപോയ ആളാണ് എബ്രാഹാം. ഉടമ്പടി ദൈവം ചെയ്തതായിട്ട് എബ്രാഹാം ചെയ്തത് എന്താണ്? ജനേന്ദ്രിയത്തിൻ്റെ അറ്റം മുറിച്ചിട്ട് കൊടുത്ത്, ബ്ലഡ് കാണിച്ച്, രക്തം കാണിച്ചു, ചോര പൊടിഞ്ഞ് അവൻ പനിച്ച് കിടന്ന്. ഉടമ്പടി ദൈവത്തോട് ചെയ്യുന്നതിൻ്റെ അകത്ത് അല്പം ത്യാഗമുണ്ട്. ചേതനാചാരം എന്ന് പറയുന്നതാണ് എബ്രാഹാം ആദ്യം ചെയ്ത ഉടമ്പടിയെ. ദൈവമായിട്ട് ചെയ്തതിൻ്റെ ഉടമ്പടി രക്തത്തിലാണ് അവൻ ചെയ്തിരിക്കുന്നത്. കർത്താവ് തൻ്റെ രക്തത്തിൽ ചെയ്തപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇത് പുതിയ ഉടമ്പടിയാണെന്ന്. ഇത് ജീവൻ മാത്രമല്ല, എൻ്റെ ജീവിതവും സർവസ്വവുമായിട്ടാണ് ഞാൻ നൽകണത്. ജനേന്ദ്രൻ്റെ അറ്റമല്ല ഞാൻ മുറിക്കണത്, എൻ്റെ ശരീരം മൊത്തം മുറിക്കണമെന്ന് പറഞ്ഞു. അതാണ് പുതിയ ഉടമ്പടി, അതാണ് സമ്പൂർണ്ണ ഉടമ്പടി. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഒരു ത്യാഗമുണ്ടാകും. നമ്മൾ ആ ഉടമ്പടി വിശ്വസ്ത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പത്രം മേടിക്കുക, അത് വിതരണം ചെയ്യുക. എവിടെയെങ്കിലും കൊണ്ട് ഇട്ടു ഓടിക്കളയുക. മറിച്ച് ഇത് കൊടുക്കുമ്പോൾ നീ പറയണം, ഒരു ദിവസം നീ 50 പത്രം മേടിച്ചാൽ അല്ലെങ്കിൽ 100 പത്രം മേടിച്ചാൽ ഒരു ദിവസം 10 എണ്ണം കൊടുത്താൽ മതി, അടുത്ത ദിവസം 10 എണ്ണം കൊടുക്കുക. ഒരു സ്ഥലം ഒരു 200 വീട്ടുകാർ മാത്രം പള്ളിയിൽ കൊണ്ടുപോയി 2000 പത്രം വിട്ടാൽ കപ്പേരെന്ത് ചെയ്യും? എടുത്ത് കത്തിച്ച് കളയും. കാര്യം ആ പള്ളിയിൽ 200 പേരേ ഉള്ളൂ. അപ്പം അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. അപ്പം അതുകൊണ്ട് എപ്പോഴും അത് നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോഴും മക്കളുടെ അടുത്ത് പോകുമ്പോഴും വിരുന്ന് പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥനാപൂർവ്വം കൊടുക്കണം. ഈ ഒരു പത്രം കിട്ടാൻ വേണ്ടി അങ്കമാലിൽ നിന്നൊക്കെ കാറും പിടിച്ചുകൊണ്ട് ആൾക്കാരോട് വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവം ഇത്രയും അനുഗ്രഹം ഈ പത്രത്തിന് കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് നിങ്ങളാണ്, അമ്മയുടെ പ്രേക്ഷിതർ. അത് സന്തോഷത്തോടെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് പറയണം, കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രം കൈപ്പറ്റുന്ന വ്യക്തി കൃപാസനത്തിൽ വരാനും ഉടമ്പടി ചെയ്യാനും ജീവിതം വിശുദ്ധീകരിക്കാനും ജീവിതം ശക്തീകരിക്കാനും എന്നെ നീ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കിയതിന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നിന്നോട് നന്ദി പറയുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാത്രി ഇരുന്ന് ജപമാല ചൊല്ലിയിട്ടാണ് രാവിലെ പത്രം കൊടുക്കാൻ പോകേണ്ടത്. അത് നീ എത്രയും ഉന്നതനാണോ അത്രയും എളിമയോടെ കൊടുക്കുമ്പോൾ അത്രയും ദൈവം നിൻ്റെ വിശ്വസ്തത അളക്കുകയും തൂക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. 2 ഗേറ്റുകൾ ഇവിടെ തുറന്ന് കിടക്കുന്നുണ്ട്. എല്ലാവരും നേരെ പാഞ്ഞ് പടിഞ്ഞോട് ചെല്ലരുത്.